ഇന്ന് ഈ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വാക്യമല്ല 4 വാക്യം വായിക്കുന്നു. പ്രോവബ്സ് സദൃശവാക്യം 6-ാം അധ്യായം 16, 17, 18, 19 വാക്യങ്ങൾ. ഇത് നിങ്ങൾക്കെല്ലാവർക്കും പരിചയമായ വാക്യം തന്നെയാണ്. എങ്കിലും ഞാനിത് പറയുന്നു. 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറപ്പാകുന്നു: ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും, ദുരുപയം നിരൂപിക്കുന്ന ഹൃദയവും, ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാലും, ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. ഈ വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യം. സദൃശവാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഈ വാക്യമുണ്ട്. സദൃശവാക്യം 6-ാം അധ്യായത്തിലുള്ള വാക്യമാണ് ഞാൻ വായിച്ചത്. നമ്മൾ ദോഷം നിരൂപിക്കുന്ന കൈയും കാലുമൊക്കെ ദോഷം നിരൂപിക്കുന്ന പോലെ പോകാതിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും, നമ്മുടെ സഹോദരികൾ താമസിക്കുമ്പോൾ അവിടെ വഴക്കും ഒന്നും വേണ്ട. നമ്മൾക്ക് സമാധാനമായി നിൽക്കുവാൻ ദൈവം നമ്മൾക്ക് കൃപ നൽകുമാറാകട്ടെ. ശാന്തതയോടും സമാധാനത്തോടും കാമായിട്ടും ആയിത്തീരുവാൻ ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. വഴക്കുണ്ടാക്കുവാൻ പോകണ്ട. വഴക്കുണ്ടാക്കാൻ വരുന്നവരെ മുൻപിൽ ഒന്നും മിണ്ടണ്ട. നമ്മൾ മൗനമായിരിക്കുക. മൗനമായിരുന്നാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. റിറ്റാലിയേറ്റ് ചെയ്യണ്ട, തിരിച്ചൊന്നും ചെയ്യണ്ട. നീ കഴിയുന്നതുകൊണ്ട് പറയുന്നത് ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവും. ഗർവമുള്ള കണ്ണ്, വ്യാജം പറയുന്ന നാവ്, കുറ്റമില്ലാതെ രക്തം ചൊരിയുന്ന കൈ, ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷി. ഇങ്ങനെയുള്ളവരൊന്നും കർത്താവിൻ്റെ കൂടാരത്തിൽ പാർക്കുകയുമില്ല, വസിക്കുകയുമില്ല. നമ്മൾക്ക് ഈ പാപങ്ങളൊക്കെ ക്ഷമയുണ്ടെങ്കിൽ കർത്താവിനോട് ക്ഷമ ചോദിക്കാം. ഞാൻ ക്ഷമ ചോദിക്കും. യേശുവിനോട് ക്ഷമ ചോദിക്കുമ്പോൾ യേശു പാപങ്ങളെല്ലാം മാറ്റി ഇത്രയും കാര്യം, ഈ അറപ്പ് 6 കാര്യം 7 കാര്യം, ഇതെല്ലാം 6 കാര്യം 7 കാര്യം യേശുവിനോട്ട് ക്ഷമ ചോദിച്ച് നമ്മൾ നിരപ്പാകുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കത്താവ് ഈ വചനം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ പാപങ്ങൾ കഴുകണമേ, വിടുവിക്കണമേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. യേശുവേ ആമേൻ. അതായത് നമ്മൾ ഇതൊന്നും വേണ്ട. നമ്മൾക്ക് ഈ കാര്യങ്ങളൊന്നും നമ്മൾക്ക് എടുക്കണ്ട. 6 കാര്യം യഹോവയ്ക്ക് അറപ്പാകുന്നു, വെറുക്കുന്നു. 7 കാര്യം വെറുക്കുന്നു, 6 കാര്യം വെറുക്കുന്നു, 7 കാര്യം അറപ്പാകുന്നു. അങ്ങനെ കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ നീതിയോടായിരിക്കാൻ കർത്താവ് നമ്മളെ ഇപ്പോൾ സഹായിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിക്കുന്നു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നതിനാൽ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് കർത്താവ് നമ്മളെ ക്ഷമിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം എൻ്റെ ദൂതിൽ നിന്ന് നിൽക്കുന്നു.